ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഉഴുന്നുവടയാണ്. ഇതിനായിട്ട് 2 ഗ്ലാസ് ഉഴുന്നെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. നന്നായി കഴുകിയതിന് ശേഷം ഇതൊരു 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വെക്കാം. 3 മണിക്കൂറിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പിന്നെ അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളമില്ലാതെ അരയ്ക്കാൻ നോക്കണം. ഇനിയിപ്പോൾ അരയണില്ലെങ്കിൽ 1 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. അരയ്ക്കുമ്പോൾ വല്ലാതെ പേസ്റ്റായിട്ട് അരയ്ക്കേണ്ട, കുറച്ച് തരിതരിന്നെ ഉണ്ടാവണം. അപ്പോൾ നമ്മൾ ഉഴുന്നൊക്കെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഉഴുന്നുവട നല്ല ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ റവ ഇട്ട് കൊടുക്കാം. റവ ഇല്ലെങ്കിൽ വറുത്ത അരിപ്പൊടി ആയാലും മതി. നമുക്ക് ഈ വടേൻ്റെ കൺസിസ്റ്റൻസി ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് കുറച്ച് മാവ് അതിലേക്ക് ഇട്ട് നോക്കുക. ഈ മാവ് ഇടുമ്പോൾ മാവ് ഇങ്ങനെ പൊന്തി കിടക്കുകയാണെങ്കിൽ കറക്റ്റ് കൺസിസ്റ്റൻസി ആണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് 1 മണിക്കൂർ ഒന്ന് പുളിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതിനായി ഒരു ചെറിയ സവാള ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടിച്ചത്, പിന്നെ ഒരു 3-4 തണ്ട് കറിവേപ്പിൻ്റെ ഇല, പിന്നെ കുരുമുളക് പൊടിക്കാതെ അതുപോലെ എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ കുറച്ച് പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞത്. നമ്മൾ ഈ മാവ് 1 മണിക്കൂർ മാറ്റി വെച്ചിരുന്നു. ഇനി ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ വടേൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതുപോലൊരു പാത്രം വെച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. വടക്ക് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കൈ ഇതുപോലെ ഒന്ന് വെള്ളത്തിൽ മുക്കാം. എന്നിട്ട് കുറച്ച് മാവ് എടുത്തിട്ട് കയ്യിലിങ്ങനെ വെച്ചതിന് ശേഷം മറ്റേ കയ്യിലും വെള്ളം തേച്ചിട്ട് ഇതുപോലെ ഒന്ന് വട്ടത്തിലാക്കി നടുവിലൊരു ഹോൾ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഷേപ്പാക്കി എടുത്തതിന് ശേഷം ഓരോന്നായിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാം. ഇനി ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഏകദേശം ഈ ഒരു കളറാവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അങ്ങനെ നല്ല ക്രിസ്പി ഉഴുന്നുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. ഇത് നല്ല നാളികേരത്തിൻ്റെ ചട്നി വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.